മാത്രമേ ഉള്ളൂ, അവരാരും ഇല്ല. അപ്പൊ ചേച്ചിയുടെ 3 പാത്രം എന്നെ പറയണ എനിക്കും അറിയത്തില്ല ഇവിടെ പാത്രം. പിന്നെ ഞങ്ങള് അകത്ത് കയറിയിട്ട് അയാളുടെ ഡ്രോയിനകത്ത് 2-3 പാത്രം തന്നു. അതുകൊണ്ട് ഇവിടെ വന്നപ്പം ഞാൻ നിഷയോട് ഞാൻ ഇതിനകത്ത് എടുക്കാം, നീ അങ്ങോട്ട് പോയി രാമയുടെ പിന്നെ 2 പാത്രം എടുത്തു തരാം. അവൾ അങ്ങോട്ട് പോയപ്പം എടുത്ത് വന്നപ്പോഴത്തേക്കും നിഷേനും ചോദിച്ചുകൊണ്ട് ജോജോ വിളിക്കുക. എന്നാന്ന് ചോദിച്ചപ്പോൾ അത് അവിടെ ചൂരുണ്ടെങ്കിൽ തരാമോ, ഞാൻ പോയി അടിച്ചിട്ട് വരാം. അങ്ങനെയാ ചൂരുണ്ടെങ്കിൽ തരാൻ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് നിഷയോട് പറഞ്ഞു ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിഷ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഇത് കൊണ്ടേ കൊടുക്കാനങ്ങ് പോയി. അല്ല അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ 2000 മേടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയെല്ലാം ക്ലീൻ ചെയ്തെല്ലാം അത് അന്നേരം പറഞ്ഞാൽ നമ്മൾ അടിച്ചിട്ടും പോകുന്നതിനകത്ത് വഴിപാട്. അല്ലെന്നേ ഞാൻ അവർക്ക് ഒരു എക്സ്ട്രാ 1000 രൂപ കൊടുക്കുന്നേ ഈ കാറ്ററിംഗുകാർക്ക് ടിപ്പായിട്ട്. ഇതെല്ലാം സംഗതി എല്ലാം ക്ലീൻ ആക്കി വന്നു. അവര് കാശ് പറഞ്ഞാൽ അവർ സംഗതി ഒരു പറഞ്ഞു അലി പറയാ പുറത്തവിടെ നിന്നോട് ആരും പറഞ്ഞു ആദ്യമേ കാശ് കൊടുക്കാനായിട്ട്. നമ്മളെപ്പോഴും കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്നത് ഇതെല്ലാം ഒരടി കഴിഞ്ഞിട്ടേ കാശ് കൊടുക്കാവുന്നത്. ഞാനോടത്ത് നമ്മുടെ ഒരു സന്തോഷത്തിനാണെല്ലാം നല്ല അടിയെല്ലാം 1000 രൂപ ഞാൻ കൊടുക്കാന്ന്. ഇച്ചതിന്റെ പേരിലല്ലേ നമ്മള് നോക്കിയില്ല, നമ്മള് ഇരിക്കട്ടെന്ന് പറഞ്ഞ് കൊടുക്കാം. അല്ല പെണ്ണുങ്ങൾക്ക് ഒരു 3 പേരുണ്ട്, എല്ലാവരും 10 മിനിറ്റ് പണിയുണ്ട്.